കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിനയ്ക്ക് സർക്കാർ ജോലി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു കേന്ദ്രത്തിൽ അറ്റൻഡറായിട്ടാണ് അവരെ നിയമിച്ചിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഹർഷിനയ്ക്ക് സർക്കാർ ജോലി ലഭിച്ചത്. തനിക്ക് നീതിയും സമാധാനവും ലഭിച്ചെന്നാണ് ഹർഷിനയുടെ പ്രതികരണം. ഹർഷീനയും സമരസമിതി ഭാരവാഹികളും ഇന്നലെ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് രാത്രിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് ഹർഷീനയ്ക്ക് നൽകിയത്. ഇതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് എത്തിയ ഹർഷീന ആശുപത്രിയിലെത്തി പ്രിൻസിപ്പൽ ഓഫീസിൽ എത്തി ഈ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. എന്തായാലും തനിക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നീതി ലഭ്യമായി എന്നാണ് ഹർഷീന പറഞ്ഞത്. സമരത്തിന്റെ ആദ്യഘട്ടം മുതൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനും മറ്റ് UDF നേതാക്കളുമൊക്കെ സഹായിച്ചിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഭരണത്തിൽ കയറിയപ്പോൾ തന്നെ തന്നോട് കൃത്യമായി പറഞ്ഞ വാക്ക് സർക്കാർ പാലിച്ചിരിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നു. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ കൃത്യമായൊരു ഉറപ്പ് സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ചികിത്സയ്ക്ക് ആവശ്യമായ മുഴുവൻ സഹായങ്ങളും നൽകാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായും ഹർഷീന വ്യക്തമാക്കി. അത്യാവശ്യം കുഴപ്പമില്ലാതെ BSc ഫിസിക്സ് ആയിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ട് നമുക്കത് തുടർന്ന് പഠിക്കാനോ ഒരു കരിയറിലെത്താനോ ഒന്നും കഴിഞ്ഞില്ലല്ലോ. എല്ലാം കൊണ്ട് നമ്മൾ തകർന്നു പോയില്ലേ. അപ്പോൾ എന്തെങ്കിലും ഇനിയൊരു തുടർ പഠനമൊന്നും ആവൂല. അതുകൊണ്ട് നമുക്കൊരു ജോലി കിട്ടിയാൽ മതിയാവും. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇങ്ങോട്ട് കണ്ടറിഞ്ഞ് തന്ന് ഈ സർക്കാരിന് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനി മുന്നോട്ടും അതുപോലെ പോകാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട് തീർച്ചയായും. 9 വർഷക്കാലം ഒരു പക്ഷേ മരണം മുന്നിൽ കണ്ട് ഇനി ജീവിതം ഉണ്ടോയെന്ന് പോലും ചിന്തിച്ച ഒരു ആ ഒരു സന്ദർഭത്തിൽ നിന്ന് അൽഹംദുലില്ലാ ബാക്കോട് നോക്കുമ്പോൾ ഞാൻ എങ്ങനെ അതിനൊക്കെ തരണം ചെയ്തെന്ന് എനിക്കറിയില്ല. പഠിച്ചവൻ്റെ കാര്യം ഒന്നുകൊണ്ട് മാത്രം, പഠിച്ചവനിൽ ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം എന്തായാലും ഒരു പ്രയാസത്തിനൊരു എളുപ്പമുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു. ആ ഒരു പ്രയാസം കഠിനമായിരുന്നെങ്കിൽ എളുപ്പം അൽഹംദുലില്ലാ അത്രയും ഹയറായി വന്നു എന്നുള്ളതാണ്. സത്യം ജയിച്ചു. തുടർ ചികിത്സ മുഖ്യമന്ത്രി പേഴ്സണലായിട്ട് ഏറ്റെടുത്തു. ഞാൻ ഏറ്റെടുത്തതാണ്. അത് സർക്കാരിന്റെ ഒന്നും വേണ്ട, ഞാൻ ഏറ്റെടുത്തതാണ്. കോമ്പൻസേഷൻ 1 രൂപ പോലും അത് നിങ്ങൾ ചികിത്സക്ക് ചെലവാക്കേണ്ടതില്ല. ഞാൻ പേഴ്സണലി ഏറ്റെടുത്തു എന്നും ഉറപ്പ് തന്നിട്ടുണ്ട്. 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ശസ്ത്രക്രിയ ഉപകരണം കത്രിക പോലെയുള്ള ആർട്ടറി ഫോർസെപ്സ് എന്ന ഉപകരണം ഹർഷീനയുടെ വയറ്റിൽ കുടുങ്ങിയത്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചതിനെ തുടർന്ന് അല്ലെങ്കിൽ വയറുവേദന പോലുള്ള ചില ലക്ഷണങ്ങൾ പ്രകടമാക്കിയതിനെ തുടർന്ന് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ആദ്യ ശസ്ത്രക്രിയയ്ക്കിടെ ഒരു ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങിയതായി കണ്ടെത്തിയത്. പിന്നീട് 2022 ശസ്ത്രക്രിയ നടത്തി ഈ ഉപകരണം പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ആ കേസിന്റെ കുറ്റപത്രമടക്കം സമർപ്പിച്ച് വിചാരണ നടപടികൾ ആരംഭിക്കാൻ ഇരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ ഹർഷീന രംഗത്തെത്തിയിരുന്നു. എന്നാൽ 2 ലക്ഷം രൂപ മാത്രമാണ് നൽകാൻ കഴിയൂ എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. പലവട്ടം ആരോഗ്യമന്ത്രി ആയിരുന്ന വീണ ജോർജുമായി കൂടിക്കാഴ്ചയും മറ്റും നടത്തിയെങ്കിലും കൃത്യമായൊരു ഉറപ്പ് ആരോഗ്യമന്ത്രിയിൽ നിന്നും ലഭിച്ചിരുന്നില്ല എന്നാണ് ഹർഷീന കുറ്റപ്പെടുത്തിയത്. ഒപ്പം തനിക്ക് മറ്റ് ജോലിക്ക് പോകാനൊന്നും കഴിയാത്ത വിധം ആരോഗ്യം മോശമായ സാഹചര്യത്തിലാണ്. തുടർ ചികിത്സയ്ക്ക് പണം ആവശ്യമുണ്ട്. അതുകൊണ്ട് 50 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വച്ചിരുന്നു. ഈ ആവശ്യങ്ങളോടൊന്നും അനുകൂലമായല്ല മുൻ സർക്കാർ പ്രതികരിച്ചതെന്നാണ് ഹർഷീന പറയുന്നത്. എന്തായാലും സമരത്തിന് വലിയ പിന്തുണയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ നൽകിയിരുന്നത്. അതിനുശേഷം അന്ന് തന്നെ അദ്ദേഹം വാക്ക് പറഞ്ഞിരുന്നു, UDF സർക്കാർ അധികാരത്തിൽ എത്തിയാൽ അർഹമായ നഷ്ടപരിഹാരം നൽകുകയും ഹർഷീനയ്ക്ക് നീതി നൽകുകയും ചെയ്തു എന്നത്. എന്തായാലും ഇത് പാലിക്കപ്പെട്ടു എന്നാണ് ഹർഷീന പറയുന്നത്. തനിക്ക് ഏത് ആശുപത്രിയിൽ നിന്നാണോ നീതി നിഷേധമുണ്ടായത് അതേ ആശുപത്രിയിൽ തന്നെ ജോലിക്ക് പ്രവേശിക്കുക എന്ന ഒരു പ്രത്യേക നിയോഗമാണിപ്പോൾ ഹർഷീനെ തേടി എത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.